റോമർക്ക് എഴുതിയ ലേഖനമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. റോമർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 5-ാമത്തെ അധ്യായമാണ് നമ്മളുടെ ചിന്താവിഷയമായിട്ട് ഈ ദിവസങ്ങളിലിരിക്കുന്നത്. അതിൻ്റെ 5-ാമത്തെ വാക്യം വരെ നമ്മൾ ചിന്തിക്കുകയുണ്ടായി. ഇന്ന് 6 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിച്ച് ധ്യാനിക്കാം എന്ന് വിചാരിക്കുന്നു. നാം ബലഹീനരായിരിക്കുമ്പോൾ തന്നെ ക്രിസ്തു തക്ക സമയത്ത് അഭക്തർക്ക് വേണ്ടി മരിച്ചു. നീതിമാനു വേണ്ടി ആരെങ്കിലും മരിക്കുന്നത് ദുർലഭം, ഗുണവാനു വേണ്ടി പക്ഷേ മരിപ്പാൻ തുനിയുമായിരിക്കും. അപ്പോൾ കർത്താവ് മരിച്ചത് അവിടെ 3 പ്രത്യേകതകളാണ് ഈ 6-ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. ഒന്ന്, നാം ബലഹീനരായിരിക്കുമ്പോൾ നമുക്ക് വേണ്ടി മരിച്ചു. 2, തക്ക സമയത്ത് നമുക്ക് വേണ്ടി മരിച്ചു. 3, അഭക്തർക്ക് വേണ്ടി മരിച്ചു. നമ്മെ സംബന്ധിച്ച് പറയുമ്പോൾ ദൈവഭക്തി ഇല്ലാത്തവരും ബലഹീനരുമായിരിക്കുന്ന നമുക്ക് തക്ക സമയത്ത് കർത്താവ് മരിച്ചു എന്നാണ് ഇവിടെ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്. എന്താണ് ബലഹീനത? എന്തായിരുന്നു മനുഷ്യൻ്റെ ബലഹീനത എന്ന് പറയുന്നത്? ബലഹീനത എന്ന് പറയുന്നത് മനുഷ്യനായിരിക്കുന്ന പാപകരമായിട്ടുള്ള അവൻ്റെ അവസ്ഥയിൽ നിന്നും അവന് സ്വയമേവ രക്ഷപ്പെടുവാനായിട്ട് കഴിയുകയില്ല എന്നുള്ളതാണ് മനുഷ്യൻ്റെ ബലഹീനത. സ്വന്തമായിട്ട് പാപത്തിൽ നിന്ന് മുക്തി പ്രാപിച്ച് ദൈവത്തിൻ്റെ പ്രസാദത്തിലേക്ക് ചെല്ലുവാനായിട്ട് മനുഷ്യന് കഴിയുന്നതല്ല. ആ ഒരു നിലയിൽ മനുഷ്യർ ബലഹീനരായിരുന്നു. ദൈവവുമായിട്ടുള്ള ബന്ധത്തെ സംബന്ധിച്ചാണല്ലോ നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ദൈവത്തോടുള്ള നിരപ്പ്, ദൈവവുമായിട്ടുള്ള ബന്ധം പുനഃസ്ഥാപിക്കപ്പെടുന്നതാണ് യഥാർത്ഥത്തിൽ ഈ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മരണത്തിലൂടെ സംഭവിക്കുന്നത്. എന്നാൽ നമുക്ക് നമ്മിൽ തന്നെ അങ്ങനെ ദൈവവുമായിട്ടുള്ള ബന്ധം ശരിയാക്കുന്നതിന് യാതൊരു വഴിയും ഉണ്ടായിരുന്നില്ല. അതിനെക്കുറിച്ച് നമ്മൾ പലവട്ടം ചിന്തിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ് നമുക്ക് നമ്മളിൽ തന്നെ അതിനെ യോഗ്യതകളില്ലായിരുന്നതെന്ന് ചോദിച്ചാൽ നാം തന്നെ ദൈവസന്നിധിയിൽ അസ്വീകാര്യരായിരുന്നു എന്നുള്ളതാണ്. ദൈവസന്നിധിയിൽ നാം സ്വീകാര്യരാണെങ്കിൽ മാത്രമേ നമ്മുടെ എന്തെങ്കിലും പ്രവർത്തനങ്ങൾ ദൈവസന്നിധിയിൽ സ്വീകാര്യമാകുകയുള്ളൂ. പാപത്താൽ ദൈവിക ജീവൻ നഷ്ടപ്പെട്ട് ദൈവത്തോട് മറുതലിച്ച് മത്സരിച്ച് ശത്രുക്കളായിരിക്കുന്ന ആളുകളായിരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ നാം നമ്മുടെ നിത്യതയെ സംബന്ധിച്ച് അല്ലെങ്കിൽ ദൈവിക ജീവനെ സംബന്ധിച്ച് അല്ലെങ്കിൽ രക്ഷയെ സംബന്ധിച്ച് നാം തികച്ചും ബലഹീനരായിരുന്നു. അതുപോലെ തന്നെ അഭക്തരായിരുന്നു. ദൈവത്തോടുള്ള ഭക്തിയോ ബഹുമാനമോ അനുസരണമോ ഒന്നും നമുക്കുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് നമുക്ക് ഈ വാക്യത്തിൽ നിന്ന് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. അതിനുശേഷം ഈ അഭക്തർക്ക് വേണ്ടി, ബലഹീനർക്ക് വേണ്ടി കർത്താവ് മരിച്ചു എന്നുള്ളത് അതിനെ ഒരു വലിയ കാര്യമായിട്ട് 7-ാമത്തെ വാക്യത്തിൽ വീണ്ടും അപ്പോസ്തലൻ പറയുകയാണ്. എന്താണ് ആ ഒരു ബലഹീനത എന്നുള്ളത് നമ്മൾ കണ്ടു. എന്നാൽ ലോകത്തിലേക്ക് നമ്മൾ നോക്കിയാൽ നീതിമാന് വേണ്ടി ആരെങ്കിലും മരിക്കുന്നത് ദുർലഭം. ലോകത്തിൽ ഏതെങ്കിലും ഒരു മനുഷ്യൻ വളരെ നീതിമാനായിരുന്നു എന്നുള്ളത് കൊണ്ട് അദ്ദേഹത്തിന് വേണ്ടി ഒരു ത്യാഗം ചെയ്യുക എന്ന് പറഞ്ഞ ഒരു പരിപാടി ലോകത്ത് നമുക്ക് കാണുവാനായിട്ട് കഴിയുകയില്ല. അവരെ മരിച്ചു കഴിഞ്ഞ് കഴിയുമ്പം അവരെക്കുറിച്ച് ചില നല്ല വാക്കുകളൊക്കെ ഒരു പക്ഷേ പറയുമായിരിക്കും. എന്നുള്ളതിനപ്പുറം അവർക്ക് വേണ്ടി മരിക്കുക എന്ന് പറയുന്നത് അത്ര വളരെ ദുർലഭം എന്ന് വെച്ചാൽ പറയുവാൻ പോലും ഇല്ല എന്നുള്ള ഒരു നിലയിലാണ്. ഗുണവാന് വേണ്ടി പക്ഷേ മരിപ്പാൻ തുനിയുമായിരിക്കും. ഇവിടെ നമുക്കെന്തെങ്കിലും ഗുണം ചെയ്ത ആളുകൾക്ക് വേണ്ടി ഒരു പക്ഷേ ആളുകൾ മരിക്കാനായിട്ട് തുനിയുമായിരിക്കും. നീതിമാന് വേണ്ടി ആരും മരിക്കുകയില്ല. ഗുണവാന് വേണ്ടി ഒരു പക്ഷേ മരിക്കുവാൻ തുനിയുമായിരിക്കും. നമുക്കറിയാം ചില ദേശങ്ങളിൽ ഒക്കെ ആളുകൾ അവരുടെ വീര കഥാപാത്രങ്ങൾ മരണമടയുമ്പോൾ ആത്മാഹൂതി ചെയ്യുന്നതായിട്ട് നമ്മളങ്ങനെ ശ്രദ്ധിച്ചിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്.
അത് ഒരിക്കലും ഗുണവാൻ എന്തെങ്കിലും പ്രയോജനമുണ്ടാകുമെന്നുള്ള നിലയിലല്ല, മറിച്ച് ഒരു വൈകാരികമായ ഒരു ക്ഷോഭത്തിൽ നിന്ന്, അതല്ല എങ്കിൽ ഒരു നിരാശയിൽ നിന്ന് അങ്ങനെ ഗുണവാന്മാരായിട്ടുള്ള ആളുകൾ മരിക്കുകയോ അവർക്ക് എന്തെങ്കിലും സംഭവിക്കുകയോ ഒക്കെ ചെയ്താൽ അങ്ങനെ മരിക്കുന്നതായിട്ടുള്ള ആളുകളെക്കുറിച്ച് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പക്ഷെ നീതിമാന് വേണ്ടിയിട്ട് ആരെങ്കിലും എന്തെങ്കിലും മരിക്കുക എന്ന് പറയുന്നത് ദുർലഭമാണ്. അതങ്ങനെ പറയുവാനായിട്ട് പോലും ഇല്ല. എന്നാൽ കർത്താവായ യേശുക്രിസ്തു നാം ബലഹീനരും അഭക്തരുമായിരിക്കുമ്പോൾ നമുക്ക് വേണ്ടി മരിച്ചു എന്നുള്ളത് ഒരു വലിയ കാര്യമാണ്. ഒരു മാനുഷിക ചിന്തയ്ക്ക് അത് അതീതമാണ് എന്നാണ് നമുക്ക് ഇവിടെ നിന്നും കാണുവാനായിട്ട് കഴിയുന്നത്. അപ്പോസ്തലൻ അതാണ് സ്ഥാപിക്കുവാനായിട്ട് ശ്രമിക്കുന്നത്. ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചത് ഈ ലോകത്താരും ഒരുപക്ഷെ ചെയ്യുകയില്ലാത്ത ഒരു കാര്യമാണ്. ഏതെങ്കിലും നമുക്ക് ഒരു രീതിയിലും നമ്മോടൊരു ബന്ധവുമില്ല, ശത്രുക്കളുമാണ്, ഒരു ഗുണവുമില്ല, ബലഹീനരുമാണ്, നമ്മളുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത ഒരാൾക്ക് വേണ്ടി ഒരു ത്യാഗം പോലും സഹിക്കുവാനായിട്ട് മനുഷ്യൻ തുനിയുകയില്ല. പിന്നെയാണോ അവന് വേണ്ടി മരിക്കുക എന്ന് പറയുന്നത്? അത് മാനുഷിക നിലയിൽ തികച്ചും അസ്വാഭാവികമായിട്ടുള്ളൊരു കാര്യമാണ്. എന്നാൽ ദൈവം അങ്ങനെയുള്ള ഒരു പശ്ചാത്തലത്തിലാണ് നമുക്ക് വേണ്ടി മരിച്ചത് എന്ന് ഇവിടെ പറയുകയാണ്. അപ്പോൾ നാം പാപികളായിരിക്കുമ്പോൾ, ബലഹീനരായിരിക്കുമ്പോൾ, അല്ലെങ്കിൽ അഭക്തരായിരിക്കുമ്പോൾ ക്രിസ്തു നമുക്ക് വേണ്ടി മരിക്കിയാൽ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു. അതാണ് 8-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നത്. ക്രിസ്തു നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കിയാൽ, അതായത് ഈ ലോകത്തിൽ മറ്റാരും ചെയ്യാത്ത ഒരു കാര്യമാണ് കർത്താവ് നമുക്ക് വേണ്ടി ചെയ്തത്. നീതിമാന് വേണ്ടി ആരും അങ്ങനെ മരിക്കുകയില്ല, ദുർലഭമാണ്. ഗുണവാന് വേണ്ടി പക്ഷേ അപൂർവമായിട്ടൊക്കെ അത് സംഭവിക്കാം. എന്നാൽ ക്രിസ്തു നാം പാപികളായിരിക്കുമ്പോൾ, അഭക്തരായിരിക്കുമ്പോൾ, ബലഹീനരായിരിക്കുമ്പോൾ, നമ്മൾ ദൈവത്തോട് ശത്രുത്വമുള്ളവരായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിച്ചു. അവിടെയാണ് ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിച്ചിരിക്കുന്നു എന്ന് കാണുന്നത്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 16-ാം വാക്യത്തിൽ നാം തൻ്റെ സ്വന്തം പുത്രനെ നമുക്ക് വേണ്ടി നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. ആ സ്നേഹത്തിൻ്റെ ആഴവും ദൈവസ്നേഹത്തിൻ്റെ ആഴത്തെ ഒരുപക്ഷെ മനസ്സിലാക്കുവാൻ മനുഷ്യൻ്റെ ബുദ്ധിക്ക് സാധ്യമല്ല, മാനുഷിക ബുദ്ധി അതിന് പര്യാപ്തമല്ല എന്നുള്ളതൊരു കാര്യം, ഒരു യാഥാർത്ഥ്യമാണ്. എന്നാൽ നമുക്ക് ആ സ്നേഹത്തിൻ്റെ ആഴത്തെ മനസ്സിലാക്കുവാൻ ഇങ്ങനെയുള്ള ഉദാഹരണങ്ങളിലൂടെ മാത്രമേ അല്പമെങ്കിലും സാധിക്കുകയുള്ളൂ. ആ കാര്യമാണ് ഇവിടെ പൗലോസ് അപ്പോസ്തലൻ നമ്മുടെ മുമ്പാകെ വരച്ച് കാണിക്കുന്നത്. പ്രിയമുള്ളവരെ, ഇതേ സ്നേഹമാണ് ദൈവമക്കൾ തമ്മിലും ദൈവം ഉണ്ടായിരിക്കണം എന്ന് ആവശ്യപ്പെടുന്നത്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 16-ാം വാക്യത്തിൽ ദൈവം ലോകത്തെ സ്നേഹിച്ച സ്നേഹത്തെ കാണിക്കുമ്പോൾ, യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനം 3-ാം അധ്യായം അതിന്റെ 16-ാം വാക്യത്തിൽ ദൈവമക്കൾ തമ്മിലുള്ള സ്നേഹം ഏത് നിലയിലായിരിക്കണം എന്നുള്ളതിനെ കുറിച്ചാണ് കാണിക്കുന്നത് എന്ന് നമുക്കറിയാമല്ലോ. ശരി, 9-ഉം 10-ഉം വാക്യങ്ങൾ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ വളരെ പ്രാധാന്യമുള്ളതായ ഒരു 2 വാക്യങ്ങളാണ്. അവൻ്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ട ശേഷമോ നാം അവനാൽ എത്ര അധികമായി കോപത്തിൽ നിന്ന് രക്ഷിക്കപ്പെടും. ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് അവൻ്റെ പുത്രന്റെ മരണത്താൽ ദൈവത്തോട് നിരപ്പ് വന്നുവെങ്കിൽ നിരന്ന ശേഷം നാം അവൻ്റെ ജീവനാൽ എത്ര അധികമായി രക്ഷിക്കപ്പെടും. ഈ കർത്താവായ യേശു ക്രിസ്തുവിലേക്ക് വന്നതിന് ശേഷം വീണ്ടും ഈ 2 വാക്യങ്ങളിൽ രക്ഷിക്കപ്പെടുന്നതിനെ കുറിച്ച് പറയുകയാണ്. അതായത് രക്ഷിക്കപ്പെട്ടവരോട് രക്ഷിക്കപ്പെടുന്നതിനെ കുറിച്ച് പറയുന്നത് നമുക്ക് ഇവിടെ കാണാം. എന്താണ് ഈ രക്ഷിക്കപ്പെട്ടവര്, അല്ലെങ്കിൽ നീതീകരിക്കപ്പെട്ടവര്, അല്ലെങ്കിൽ വിശ്വസിച്ചവര്, അവർക്ക് വീണ്ടും രക്ഷയുടെ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയുന്നത് അവരെ കുറിച്ച് രക്ഷയുടെ ആവശ്യമുണ്ട് എന്നിവിടെ പറയുന്നതാണ്. ഈ 2 വാക്യങ്ങളിലും അത് പറയുന്നുണ്ട്. അവൻ്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ടതിന് ശേഷമോ
നാം അവനാൽ എത്ര അധികമായി കോപത്തിൽ നിന്ന് രക്ഷിക്കപ്പെടും. അപ്പോൾ നീതീകരിക്കപ്പെട്ടതായിട്ടുള്ള ആളുകൾക്ക് പിന്നെ കോപം എന്ന് പറയുന്നത് ഉണ്ടോ? ദൈവകോപം പിന്നെ അവൻ്റെ മേലുണ്ടോ എന്നുള്ള ഒരു ചോദ്യം സ്വാഭാവികമായിട്ടും ഇവിടെ ഉയർന്നു വരുന്നുണ്ട്. ദൈവത്തോട് നിരപ്പ് പ്രാപിച്ചു, നീതീകരിക്കപ്പെട്ടു എന്ന് വെച്ചാൽ ദൈവവും മനുഷ്യനുമായിട്ട് പിന്നെ ഒരു പ്രശ്നവുമില്ല. അതാണല്ലോ നീതീകരിക്കപ്പെട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം അതാണ്. പിന്നെ ദൈവവും മനുഷ്യനുമായിട്ടുള്ള പ്രശ്നമില്ല. എന്നാൽ എത്രയധികമായി കോപത്തിൽ നിന്ന് രക്ഷിക്കപ്പെടും എന്ന് വീണ്ടും ഇവിടെ നമ്മൾ കാണുന്നു. അതുപോലെ തന്നെ ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് അവൻ്റെ പുത്രന്റെ മരണത്താൽ ദൈവത്തോട് നിരപ്പ് വന്നുവെങ്കിൽ നിരന്ന ശേഷം അവൻ്റെ ജീവനാൽ എത്രയധികമായി രക്ഷിക്കപ്പെടും. അപ്പോൾ ഇവിടെ വീണ്ടും ദൈവത്തോട് നിരപ്പ് വന്നു. നിരപ്പ് വന്നതിന് ശേഷം, അതായത് ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ ദൈവം നിരപ്പിച്ചുവെങ്കിൽ നിരന്നു കഴിഞ്ഞ അവസ്ഥയിൽ പിന്നെ എത്ര അധികമായി അവൻ്റെ ജീവനാൽ നാം രക്ഷിക്കപ്പെടും എന്നാണ് ഇവിടെ വായിക്കുന്നത്. നാം ശത്രുക്കളായിരിക്കുമ്പോൾ, പാപികളായിരിക്കുമ്പോൾ തന്നെ നീതീകരിച്ചുവെങ്കിൽ, സൗജന്യമായി വിശ്വാസത്താൽ നമ്മെ നീതീകരിച്ചുവെങ്കിൽ, അങ്ങനെ നീതീകരിക്കപ്പെട്ടതായിട്ടുള്ള ആളുകളുടെ കാര്യത്തിൽ കോപത്തിൽ നിന്ന് എത്രയധികം രക്ഷിക്കപ്പെടും. അതുപോലെ തന്നെ നാം ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ ദൈവവുമായിട്ട് നിരപ്പ് പ്രാപിക്കുന്നതിന് ദൈവം നമ്മെ അനുവദിച്ചുവെങ്കിൽ, വിശ്വാസത്താൽ അനുവദിച്ചുവെങ്കിൽ, ആ നിരന്ന ശേഷം എത്ര അധികമായി നാം രക്ഷിക്കപ്പെടും. ഈ രണ്ട് പദങ്ങൾ, രണ്ട് ഉദാഹരണങ്ങൾ നമുക്ക് യഥാർത്ഥത്തിൽ ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. 9-ാമത്തെ വാക്യത്തിൽ നീതീകരിക്കപ്പെട്ട ശേഷമോ നാം അവനാൽ എത്ര അധികമായി കോപത്തിൽ നിന്ന് രക്ഷിക്കപ്പെടുമെന്നും, 10-ാമത്തെ വാക്യത്തിൽ നിരന്ന ശേഷം നാം അവൻ്റെ ജീവനാൽ എത്ര അധികമായി രക്ഷിക്കപ്പെടും എന്നുമാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ അവനാൽ എന്ന് പറഞ്ഞാൽ അവൻ്റെ ജീവനാൽ ആണ് എന്നുള്ളത് ഒരു വിശദീകരണം പോലെ 10-ാമത്തെ വാക്യത്തിൽ കാണുന്നു. എവിടെ നിന്നാണ് രക്ഷിക്കപ്പെടുന്നത് എന്ന് ചോദിച്ചാൽ അത് ദൈവ കോപത്തിൽ നിന്നുമാണ് രക്ഷിക്കപ്പെടുന്നത്. അപ്പോൾ നിരപ്പ് പ്രാപിച്ചതും നീതീകരിക്കപ്പെട്ടതുമായിട്ടുള്ള ആളുകൾക്ക് വീണ്ടും ഒരു ദൈവകോപം അവരുടെ മേൽ വരുവാനായിട്ടുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ദൈവകോപം വരുന്നതിൽ നിന്നും നമ്മെ രക്ഷിക്കുന്നത് അവൻ്റെ ജീവനാലാണ്. നിരന്ന ശേഷം നമ്മളിൽ ലഭിക്കുന്നതായിട്ടുള്ള ദൈവിക ജീവനാൽ, അവൻ്റെ ജീവനാലാണ് നാം രക്ഷിക്കപ്പെടുന്നത്. അപ്പോൾ പാപത്തിൻ്റെ ഒരു ശിക്ഷയിൽ നിന്നും വീണ്ടും ജന്മം പ്രാപിക്കുമ്പോൾ ഒരാൾ ദൈവപൈതലായി തീർന്നുകൊണ്ട് പാപത്തിൻ്റെ നിത്യമായിട്ടുള്ള ശിക്ഷയിൽ നിന്നും നാം വിടുതൽ പ്രാപിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ അങ്ങനെ രക്ഷിക്കപ്പെട്ടതായിട്ടുള്ള ആളുകൾക്ക് അവരുടെ ജീവിതത്തിൽ ഒരു ദൈനംദിന നിലയിലുള്ളതായ രക്ഷ ദൈവത്തിൻ്റെ കോപത്തിൽ നിന്നും ആവശ്യമാണ് എന്ന് വളരെ വ്യക്തമായി ഈ വേദഭാഗം നമ്മളോട് പറയുന്നുണ്ട്. അപ്പോൾ രക്ഷിക്കപ്പെട്ടു കഴിഞ്ഞ ആളുകൾക്ക് പിന്നെ ദൈവത്തിൻ്റെ കോപം ഒന്നും വരികയില്ല, രക്ഷിക്കപ്പെട്ടാൽ എല്ലാം കഴിഞ്ഞു എന്ന് പഠിപ്പിക്കുന്നതായിട്ടുള്ള ഒരു ന്യൂനപക്ഷം ഇന്ന് ലോകത്ത് ഉണ്ട് എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. എന്നാൽ ഈ വചനങ്ങൾ തികച്ചും അതിന് വിരുദ്ധമായിട്ടാണ് പറയുന്നതെന്ന് നമുക്കറിയാമല്ലോ. ദൈവകോപം പിന്നീട് ദൈവമക്കളുടെ മേൽ വരുവാനായിട്ടുള്ള സാധ്യത എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് വിവിധ വേദഭാഗങ്ങൾ വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. നമുക്ക് 1-2 വേദഭാഗങ്ങൾ ഇതിനോടനുബന്ധിച്ച് വായിക്കാം. എഫെസ്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായത്തിൽ നമുക്ക് ദൈവകോപം വരുന്നതിനെ കുറിച്ച് ചില വാക്യങ്ങൾ ഉണ്ട്. അവിടെ 5-1 മുതലുള്ള വാക്യങ്ങൾ നാം വായിച്ചാൽ, ആകയാൽ പ്രിയമക്കൾ എന്ന പോലെ ദൈവത്തെ അനുകരിപ്പിൻ, ക്രിസ്തുവും നിങ്ങളെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി തന്നെത്താൻ ദൈവത്തിന് സൗരഭ്യവാസനയായ വഴിപാടും യാഗവുമായി അർപ്പിച്ചതുപോലെ സ്നേഹത്തിൽ നടപ്പിൻ. ദുർനടപ്പും യാതൊരു അശുദ്ധിയും അത്യാഗ്രഹവും നിങ്ങളുടെ ഇടയിൽ പേർ പറക പോലും അരുത്. അപ്പോൾ എഫെസ്യർക്ക് എഴുതിയ എഫെസസിലെ വിശ്വാസികൾക്ക് എഴുതുമ്പോൾ പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, നിങ്ങളുടെ ഇടയിൽ പേർ പറക പോലും അരുതാത്തതായിട്ടുള്ള 3 പാപങ്ങൾ. ഏതൊക്കെയാണത്? ദുർനടപ്പ്, അശുദ്ധി, അത്യാഗ്രഹം. ഇത് നിങ്ങളുടെ ഇടയിൽ പേർ പോലും പറയാൻ പാടില്ല. അതായത് ദൈവസഭയിൽ നിന്നും ദൈവമക്കളുടെ ഇടയിൽ നിന്നും ഈ 3 വാക്ക് കേൾക്കാനായിട്ട് പാടില്ല. അവിടെ ദുർനടപ്പുണ്ടോ എന്നോ, അവിടെ അത്യാഗ്രഹമുണ്ട് എന്നോ, അവിടെ അശുദ്ധി ഉണ്ട് എന്നോ ഈ 3 വാക്ക്
ദൈവമക്കളുടെ ഇടയിൽ പറയാൻ പാടില്ല, അങ്ങനെയൊന്ന് കേൾക്കാനും പാടില്ല. അതിനുശേഷം അങ്ങനെയാകുന്നു വിശുദ്ധന്മാർക്ക് ഉചിതം, ചീത്തത്തരം, പൊട്ടച്ചൽ, കളിവാക്ക് ഇങ്ങനെ ചേർച്ചയല്ലാത്തവ ഒന്നും അരുത്, സ്തോത്രം അത്ര വേണ്ടത്. അതിനുശേഷം വീണ്ടും ഒരു വിശദീകരണം, മൂന്നാമത്തെ വാക്യത്തിൽ പറഞ്ഞതുപോലെ ഒരു വിശദീകരണം വീണ്ടും പറയുകയാണ്. ദുർനിറപ്പുകാരൻ, അശുദ്ധൻ, വിഗ്രഹാരാധിയായ ദ്രവ്യാഗ്രഹി. വീണ്ടും ആദ്യം പറഞ്ഞതായിട്ടുള്ള ആ 3 വാക്ക് എടുത്തു പറയുകയാണ്. മൂന്നാമത്തെ വാക്യത്തിൽ ദുർനിറപ്പ്, അശുദ്ധി, അത്യാഗ്രഹം അത് പറഞ്ഞു. അതിനുശേഷം വീണ്ടും ഇതേ പാപങ്ങളുടെ ലിസ്റ്റ് എടുത്തു പറയുകയാണ്. ദുർനിറപ്പുകാരൻ, അശുദ്ധൻ, വിഗ്രഹാരാധിയായ ദ്രവ്യാഗ്രഹി, അതേ പാപങ്ങളാണ്. ഇവർക്ക് ആർക്കും ക്രിസ്തുവിൻ്റെയും ദൈവത്തിൻ്റെയും രാജ്യത്തിൽ അവകാശമില്ല എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ നിങ്ങളുടെ ഇടയിൽ ഈ 3 പാപങ്ങൾ പേർപറകു പോലും ചെയ്യരുതാത്തത്? കാരണം അങ്ങനെയുള്ള ഇവർക്കാർക്കും ക്രിസ്തുവിൻ്റെയും ദൈവത്തിൻ്റെയും രാജ്യത്തിൽ അവകാശമില്ല എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. പ്രിയമുള്ളവരെ, ഈ പാപങ്ങളെയൊക്കെ ഇത്ര ഗൗരവമായ പാപങ്ങളായിട്ട് ദൈവരാജ്യത്തിൽ യാതൊരു അവകാശത്തിനും, ക്രിസ്തുവിൻ്റെയും ദൈവത്തിൻ്റെയും രാജ്യത്തിൽ യാതൊരു അവകാശത്തിനും സാധ്യതയില്ലാത്ത 3 പാപങ്ങളായിട്ട് ഈ പാപങ്ങളെ നമ്മൾ കാണാറുണ്ടോ? എന്തൊക്കെയാണ്? ദുർനിറപ്പ്, അശുദ്ധി, അത്യാഗ്രഹം. അത് തന്നെ 3-ാം വാക്യത്തിലും, എഫെസ്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായത്തിലും 3-ാം വാക്യത്തിലും 5-ാം വാക്യത്തിൽ അത് വീണ്ടും എടുത്തു പറയുകയാണ്. ദുർനിറപ്പുകാരൻ, അശുദ്ധൻ, വിഗ്രഹാരാധിയായ ദ്രവ്യാഗ്രഹി, ഇവർക്കാർക്കും ക്രിസ്തുവിൻ്റെയും ദൈവത്തിൻ്റെയും രാജ്യത്തിൽ അവകാശമില്ല എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. എന്തുകൊണ്ടാണ് നിങ്ങളത് അറിയുന്നുവല്ലോ എന്ന് പൗലോസ് അപ്പോസ്തലൻ പറയാൻ കാരണം? പൗലോസ് അപ്പോസ്തലൻ അങ്ങനെ ആ സഭയിൽ പഠിപ്പിച്ചിട്ടുണ്ട്. എല്ലാവർക്കും അത് വളരെ കൃത്യമായിട്ട് അറിയാവുന്ന കാര്യമാണ്. അത് പഠിപ്പിച്ചിട്ടുള്ളത് കൊണ്ടാണല്ലോ അത് അറിയുന്നത്. അതിനുശേഷം പറയുകയാണ്, വ്യർത്ഥവാക്കുകളാൽ ആരും നിങ്ങളെ ചതിക്കരുത്. ഈ വക നിമിത്തമല്ലോ ദൈവകോപം അനുസരണം കെട്ടവരുടെ മേൽ വരുന്നു, നിങ്ങൾ അവരുടെ കൂട്ടാളികൾ ആവരുത്. അപ്പോൾ അവൻ്റെ കോപത്തിൽ നിന്ന് എത്ര അധികമായി രക്ഷിക്കപ്പെടുമെന്ന് പറയുന്ന നമ്മൾ റോമാലേഖനത്തിൽ വായിച്ചു. ഇവിടെ ദൈവകോപം വരുന്നത് ആരുടെ മേലാണ് എന്ന് വളരെ വ്യക്തമായിട്ട് ഇവിടെ പറഞ്ഞിരിക്കുകയാണ്. എന്തൊക്കെയാണ്? ദുർനിറപ്പുകാരൻ, അശുദ്ധൻ, അത്യാഗ്രഹി അല്ലെങ്കിൽ വിഗ്രഹാരാധിയായ ദ്രവ്യാഗ്രഹി. ഇവർക്ക് ദൈവത്തിൻ്റെയും ക്രിസ്തുവിൻ്റെയും രാജ്യത്തിൽ യാതൊരു അവകാശവുമില്ല. അവിടെ വ്യർത്ഥവാക്കുകളാൽ ആരും നിങ്ങളെ ചതിക്കരുത് എന്ന് പറഞ്ഞിട്ടാണ് ഈ വക നിമിത്തമല്ലോ ദൈവകോപം നിങ്ങളുടെ മേൽ, അനുസരണം കെട്ടവരുടെ മേൽ വരുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഈ വ്യർത്ഥവാക്കുകളാൽ ആരും നിങ്ങളെ ചതിക്കരുതെന്ന് അതിനിടയ്ക്ക് പറയാനായിട്ടുള്ള കാരണം? അതിന് കാരണം എന്ന് പറയുന്നത്, ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും ഒരു കുഴപ്പവുമില്ല, നിങ്ങൾ ദുർനിറപ്പുണ്ടെങ്കിലും അശുദ്ധി ഉണ്ടെങ്കിലും ദ്രവ്യാഗ്രഹം ഉണ്ടെങ്കിലും ഒന്നും നിങ്ങൾക്കൊരു കുഴപ്പവുമില്ല എന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്നതായിട്ടുള്ള ആളുകൾ, അല്ലെങ്കിൽ ഈ പാപത്തെ ഗൗരവമായിട്ട് എടുക്കാത്തതായിട്ടുള്ള ആളുകൾ ഒരുപക്ഷെ ആ കാലഘട്ടത്തിലും ഉണ്ട്, ഈ കാലഘട്ടത്തിലും ഉണ്ട് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. പ്രത്യേകിച്ച് ഒരുപക്ഷെ ദുർനിറപ്പൊക്കെ അത്ര സ്വീകാര്യമല്ല എന്ന് പറയുമെങ്കിൽ പോലും നമുക്കറിയാം, ഭാര്യയെ ഉപേക്ഷിച്ച് മറ്റൊരുവളെ വിവാഹം കഴിക്കുന്ന അവളെ വ്യഭിചാരം ചെയ്യുന്നു, ഭർത്താവ് വ്യഭിചാരം ചെയ്യുന്നു. അതുപോലെ തന്നെ പുരുഷനെ ഉപേക്ഷിച്ച് മറ്റൊരുവനെ വിവാഹം കഴിക്കുന്നതായിട്ട് സ്ത്രീയും വ്യഭിചാരം ചെയ്യുന്നു എന്ന് നമ്മൾ വളരെ വ്യക്തമായിട്ട് വചനത്തിൽ വായിക്കുന്നു. ഇന്ന് അനേക സഭകളും അങ്ങനെ ഈ നിലയിലുള്ള ഒരു വ്യഭിചാര കർമ്മം അത് ഒരു പാപം പോലുമല്ല എന്നുള്ള നിലയിൽ കണക്കാക്കുകയും അങ്ങനെ പാസ്റ്റർമാർ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ വിവാഹമോചനവും പുനർവിവാഹവും നടത്തുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതുമാത്രവുമല്ല, ദുർനിറപ്പിൽ ജീവിക്കുന്നതായിട്ടുള്ള ഒരാൾക്ക് ദൈവരാജ്യത്തിൽ ഒരു അവകാശവുമില്ല എന്നും ദൈവകോപത്തിനാണ് അവർക്ക് അർഹത എന്നും പൊതുവിൽ ആരും അങ്ങനെയൊന്നും ചിന്തിക്കാറില്ല എന്നുള്ളതാണ് സത്യം. പ്രത്യേകിച്ച് ദ്രവ്യാഗ്രഹത്തെക്കുറിച്ച് ഈ കാലഘട്ടത്തിൽ അങ്ങനെ ആരും തന്നെ ചിന്തിക്കുന്നു, ഏതെങ്കിലും സഭകളിൽ അങ്ങനെ പഠിപ്പിക്കുന്നുണ്ട് എന്ന് പോലും ഞാൻ ചിന്തിക്കുന്നില്ല. ദ്രവ്യാഗ്രഹത്തെ ഒരു വിധത്തിൽ പറഞ്ഞാൽ പ്രോത്സാഹിപ്പിക്കുന്നതായിട്ടുള്ള ഒരു മനോഭാവമാണ്
ഇന്ന് ലോകത്തെല്ലായിടത്തും കാണുന്നത്. അത് സഭകളിലും ഒരു വിധത്തിൽ പറഞ്ഞാൽ അത് അങ്ങനെയാണ്. മോഹങ്ങൾ കൊടുക്കുകയും അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും അതിനുവേണ്ടി ഉള്ള അധ്വാനവും ആണ് ഈ ലോകത്തിൽ ഇന്ന് ദൈവമക്കളുടെ ഇടയിൽ നമുക്ക് വ്യാപകമായിട്ട് കാണുവാനായിട്ട് കഴിയുന്നത്. ദ്രവ്യാഗ്രഹം എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ നിർവചനം പോലും വളരെയേറെ ഈ കാലങ്ങളിൽ വ്യത്യാസപ്പെട്ടു. സഭയിലെ ശുശ്രൂഷകന്മാരും അതുപോലെ തന്നെ ഭവനത്തിൽ മാതാപിതാക്കന്മാരും ഒക്കെ സഭാംഗങ്ങളെയോ അല്ലെങ്കിൽ കുടുംബാംഗങ്ങളെയോ ദ്രവ്യാഗ്രഹം പാപമാണ് എന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്നതായിട്ടുള്ള ഒരു പരിപാടി ഇന്ന് ഇല്ല എന്ന് നമുക്കറിയാം. അതുമാത്രവുമല്ല, അങ്ങനെ എങ്ങനെയെങ്കിലും ധാരാളം സമ്പത്തുണ്ടാക്കുക, സുഖലോലുപതയിൽ ജീവിക്കുക, അതിനുശേഷം അതിൻ്റെ ദശാംശം ദൈവത്തിന് കൊടുത്താൽ, അല്ല എങ്കിൽ സഭയിലേക്ക് കൊണ്ടുവന്നാൽ എല്ലാ ദ്രവ്യാഗ്രഹത്തെയും വിശുദ്ധമായി പ്രഖ്യാപിക്കുമെന്നുള്ള ഒരു കാഴ്ചപ്പാടാണ് ഇന്ന് നമുക്കുള്ളത്. ഒരു പക്ഷേ അങ്ങനെയുള്ള കാഴ്ചപ്പാടുകളുള്ള ആളുകൾ അന്നും ഉണ്ടായിരിക്കാം. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, വ്യർത്ഥ വാക്കുകൾ ആരും നിങ്ങളെ ചതിക്കരുത്. അതായത് ഇതിന് വിരുദ്ധമായിട്ട് ഇതൊന്നും കുഴപ്പമില്ല എന്നുള്ള നിലയിൽ ആരും നിങ്ങളെ പറഞ്ഞ് പറ്റിക്കരുത്. ഈ വക നിമിത്തമല്ലോ ദൈവകോപം അനുസരണം കെട്ടവരുടെ മേൽ വരുന്നു, നിങ്ങൾ അവർക്ക് കൂട്ടാളികളാവരുത്. അനുസരണം കെട്ട ആളുകളുടെ മേൽ കോപം വരുന്നത് ഈ നിലയിലാണ്, നിങ്ങൾ അവർക്ക് കൂട്ടാളികളാവരുത് എന്ന് വെച്ചാൽ ഈ വക പാപത്തിന് നിങ്ങൾ കൂട്ടാളികളായാൽ അതേ ദൈവകോപം നിങ്ങളുടെ മേലും വരും എന്നാണ് ഇവിടെ പൗലോസ് അപ്പോസ്തലൻ വളരെ വ്യക്തമായി പറയുന്നത്. വീണ്ടും കൊലോസ്യർക്ക് ലേഖനം എഴുതുമ്പോഴും അതിൻ്റെ 3-ാമത്തെ അധ്യായത്തിൻ്റെ 5-6 വാക്യങ്ങളിൽ സമാനമായിട്ടുള്ള ഒരു കാര്യം നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഇവിടെയും ആകയാൽ ദുർനടപ്പ്, അശുദ്ധി, അതിരാഗം, ദുർമോഹം, വിഗ്രഹാരാധനയായി അത്യാഗ്രഹം, ഇങ്ങനെ ഭൂമിയിലുള്ള നിങ്ങളുടെ അവയവങ്ങളെ മരിപ്പിപ്പിൻ, ഈ വക നിമിത്തം ദൈവകോപം അനുസരണം കെട്ടവരുടെ മേൽ വരുന്നു. ഇവിടെയും നമ്മൾ കാണുന്നത്, ഇവിടെ 5 കാര്യങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. ദുർനടപ്പ്, നമ്മൾ ഇതിനു മുമ്പ് വായിച്ച വാക്യങ്ങൾ നമ്മളത് കണ്ടു. അശുദ്ധി, അവിടെ അതുണ്ട്. അതിരാഗം, ദുർമോഹം, യഥാർത്ഥത്തിൽ ഈ അശുദ്ധി, അതിരാഗം, ദുർമോഹം എന്ന് പറയുന്നത് അത് ഒരു ഗണത്തിൽ വരുന്നതായിട്ടുള്ള പാപങ്ങളാണ് എന്ന് നമുക്കറിയാമല്ലോ. പിന്നെ അവിടെയും വിഗ്രഹാരാധനയായ അത്യാഗ്രഹം എന്ന് പറയുന്നുണ്ട്. നമ്മൾ എഫേസ്യർക്ക് എഴുതിയ ലേഖനത്തിലും നമ്മൾ അവിടെ വായിച്ചത് വിഗ്രഹാരാധിയായ ദ്രവ്യാഗ്രഹി. അപ്പോൾ ദ്രവ്യാഗ്രഹം എന്ന് പറഞ്ഞാൽ അത് വിഗ്രഹാരാധനയ്ക്ക് തുല്യമായ ഒരു പാപമാണ് എന്നാണ് നമുക്ക് അവിടെയും മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. നമ്മൾ വിഗ്രഹാരാധികളാണോ എന്ന് ചോദിച്ചാൽ നമ്മൾ പറയും, നമ്മുടെ വീടുകളിൽ വിഗ്രഹങ്ങളൊന്നുമില്ല, പടങ്ങൾ പോലുമില്ല, നമ്മുടെ സഭായോഗം കൂടുന്നതായിട്ടുള്ള സ്ഥലത്ത് യാതൊരു വിഗ്രഹങ്ങളും വെച്ചിട്ടില്ല, ഒരു കുരിശു പോലും വെച്ചിട്ടില്ല, ഞങ്ങൾ ആരും അങ്ങനെ വിഗ്രഹാരാധികളല്ല എന്ന് ഒരുപക്ഷെ നമുക്ക് അവകാശപ്പെടുവാനായിട്ട് കഴിയും. എന്നാൽ ദ്രവ്യാഗ്രഹം ഒരു വിഗ്രഹാരാധനയാണ് എന്നുള്ളത് കൊണ്ട് വിഗ്രഹാരാധിയാണോ എന്ന് ചോദിച്ചാൽ അടുത്ത ചോദ്യം നാം ദ്രവ്യാഗ്രഹികളാണോ എന്നുള്ള ചോദ്യമാണ്. അപ്പോൾ ദ്രവ്യാഗ്രഹം എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് ചോദിച്ചാൽ അതിനൊരു നിർവചനം പറയുക ഒരല്പ പ്രയാസമാണ്. എത്രത്തോളമാണ് ദ്രവ്യാഗ്രഹം അല്ലാതെ ഇരിക്കുന്നത്, എവിടെ വെച്ചാണ് ദ്രവ്യാഗ്രഹം ആകുന്നത് എന്നൊക്കെ ചോദിച്ചാൽ അതിന് നമുക്ക് ആർക്കും ഒരു ലൈൻ വരച്ച് അത് കാണിക്കുവാനായിട്ട് സാധിക്കുന്നതല്ല. എന്നാൽ ഒരു പൊതുപ്രമാണം നമുക്ക് പറയുവാനായിട്ട് കഴിയും. ധനവാനാകുവാനായിട്ട് ഇച്ഛിക്കുന്നതായിട്ടുള്ള ആളുകൾ അവർ ദ്രവ്യാഗ്രഹികളാണ്. ഒരു ആഡംബര ജീവിതത്തിന് വേണ്ടി അതിനുവേണ്ടി ആഗ്രഹിക്കുന്നവർ ദ്രവ്യാഗ്രഹികളാണ്. അതുപോലെ തന്നെ ന്യായമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് പണം ചിലവാക്കാതെ അത് സ്വരൂപിച്ച് വയ്ക്കുന്നതും ദ്രവ്യാഗ്രഹത്തിൻ്റെ ഭാഗമാണ്. അതിനപ്പുറം അതിനൊരു വിശദീകരണം പറയുവാനായിട്ട് സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും നാം ഒരു രൂപമൊന്നും ഉണ്ടാക്കി വെച്ച് ആരാധിക്കുന്നില്ലെങ്കിലും വിഗ്രഹാരാധന എന്ന് പറയുന്നത് അത്യാഗ്രഹവും അതിൽ പെടുന്നതാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ആകുവാനായിട്ടുള്ളൊരു മോഹം നമ്മളുടെ അധ്വാനത്തിന് പിന്നിൽ ഇല്ല എങ്കിൽ നാം ദ്രവ്യാഗ്രഹികളല്ല. ആഡംബര ജീവിതത്തിന് വേണ്ടിയിട്ടുള്ള ഒരു മോഹം നമ്മളിലില്ല എങ്കിൽ നാം ദ്രവ്യാഗ്രഹികളല്ല. നമുക്കുള്ളതായ ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നതായിട്ടുള്ള ധനം അത് ആവശ്യമുള്ള
യോഗ്യമായിട്ടുള്ള രീതിയിൽ ചെലവഴിക്കുവാനായിട്ട് നമുക്ക് മനസ്സുണ്ടെങ്കിൽ, അങ്ങനെ ചെലവഴിക്കുന്നവരുമാണെങ്കിൽ നാം ദ്രവ്യാഗ്രഹികളല്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഇവ ഭൂമിയിലുള്ള നിങ്ങളുടെ അവയവങ്ങൾ, ഇങ്ങനെ ഭൂമിയിലുള്ള നിങ്ങളുടെ അവയവങ്ങളെ മരിപ്പിപ്പിനെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതൊക്കെയും എന്തുകൊണ്ടാണ് നമ്മുടെ അവയവങ്ങൾ എന്ന് പറയുവാനായിട്ടുള്ള കാരണം? നമുക്കറിയാം, നമ്മുടെ അവയവങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തോട് ചേർത്ത് വെച്ചിരിക്കുന്നതായിട്ടുള്ള കാര്യങ്ങളാണ്, അല്ലേ? നമ്മുടെ കൈയും കാലും ഒക്കെ നമ്മുടെ ശരീരത്തോട് ചേർത്ത് വെച്ചിരിക്കുന്നതാണ്. അതുപോലെ തന്നെ ഈ 3 പാപങ്ങളെക്കുറിച്ച് പറയുമ്പോൾ അത് നമ്മുടെ ശരീരത്തിൻ്റെ, നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി തീരുവാനായിട്ടുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അവയവങ്ങൾ എന്നതിനെക്കുറിച്ച് പറയുവാനായിട്ടുള്ള സാധ്യത, അതിനുള്ള കാരണം എന്ന് പറയുന്നത്. ഒരവയവങ്ങൾ പോലെ നമ്മളോട് ചേർന്നിരിക്കുവാൻ സാധ്യതയുള്ള പാപങ്ങളാണ് ഈ ദുർനടപ്പും അശുദ്ധിയും അത്യാഗ്രഹവും എന്ന് പറയുന്നത്. അതുകൊണ്ട് അവയെ മരിപ്പിക്കണം. മരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ കൊല്ലണം എന്നാണ് അർത്ഥം. എന്തുകൊണ്ടാണ് അതിനെ കൊല്ലണമെന്ന് പറയാനായിട്ടുള്ള കാരണം? അത് വെച്ചുകൊണ്ട് ക്രിസ്തുവിൻ്റെയും ദൈവത്തിൻ്റെയും രാജ്യത്തിൽ ആർക്കും ഒരവകാശവും ലഭിക്കുകയില്ല എന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് ഈ അവയവങ്ങൾ പ്രിയമുള്ളവരെ നമ്മിലുണ്ടോ? ദുർനടപ്പ് എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ നമ്മുടെ പ്രവർത്തന തലത്തിൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള വ്യഭിചാര കർമ്മത്തിൽ നാം പങ്കാളികൾ അല്ലെങ്കിൽ പോലും രണ്ടാമത് പറഞ്ഞിരിക്കുന്നതായിട്ടുള്ള അശുദ്ധി എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയത്തിൽ, നമ്മുടെ ചിന്തയിൽ ഉളവാകാവുന്നതായിട്ടുള്ള പാപമാണ്. നമ്മുടെ ചിന്തയിൽ ഉളവാകുന്നതായിട്ടുള്ള പാപത്തെക്കുറിച്ച് പലപ്പോഴും വലിയ ഗൗരവമായിട്ടുള്ള ഒരു കാഴ്ചപ്പാട് നമുക്കില്ല എന്നുള്ളത് സങ്കടകരമാണ്. ആരെയെങ്കിലും വ്യഭിചാര കർമ്മത്തിൽ പിടിച്ചാൽ, വ്യഭിചാരത്തിൽ പിടിച്ചു കഴിഞ്ഞാൽ അവർക്കെതിരെ നടപടിയെടുക്കുന്നതായിട്ടുള്ള പ്രവണത സഭകളിലൊക്കെ ഉണ്ട്. ഉദാഹരണത്തിന് അപ്പൻ്റെ ഭാര്യയെ വെച്ചുകൊണ്ടിരുന്ന ആളെ പൗലോസ് അപ്പോസ്തലൻ ആ ദുഷ്ടൻ എന്നൊക്കെയാണ് പറഞ്ഞത്, നിങ്ങളുടെ ഇടയിൽ നീക്കിക്കളയുക എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ ചിന്തയിലും ഹൃദയത്തിലും ഉള്ളതായ അശുദ്ധി എന്ന് പറയുന്നതായിട്ടുള്ള ആ പാപം മറ്റാർക്കും അത് വെളിവാകുന്നില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അത് ഹൃദയത്തിൽ ഇരിക്കുന്നതാണ്. പക്ഷെ അത് ദൈവത്തിനത് കാണുവാനായിട്ട് കഴിയും. മനുഷ്യനത് കാണുവാനായിട്ട് കഴിഞ്ഞില്ലെങ്കിൽ പോലും ദൈവത്തിന് അത് കാണുവാനായിട്ട് കഴിയും. അത് ആക്ഷരികമായിട്ടുള്ള ഒരു വ്യഭിചാര കർമ്മം പോലെ തന്നെ ഗൗരവമായിട്ടുള്ള ഒരു കാര്യമാണ്. അത്തരം ചിന്തകളും മോഹങ്ങളും നമ്മുടെ ഹൃദയത്തിൽ ഉണ്ട് എങ്കിൽ അതും ഈ വാക്യങ്ങൾ നമുക്ക് ഏറെ വെളിപ്പെടുത്തി തരുന്നു എന്ന് നമുക്ക് കാണാം. അപ്പോൾ ദുർനടപ്പ്, അശുദ്ധി, വിഗ്രഹാരാധനയായ അത്യാഗ്രഹം, ഇത് നമ്മുടെ അവയവങ്ങളോട്, നമ്മുടെ ശരീരത്തോട് ചേർന്നിരിക്കുന്നതായിട്ടുള്ള പാപങ്ങൾ ആയതുകൊണ്ട് അവയെ കൊല്ലേണ്ടത് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന് വളരെ ആവശ്യമാണ്. ക്രിസ്തീയ ജീവിതം ഇതിനെ കൊല്ലാതെ നമുക്കൊരിക്കലും ഒരു ക്രിസ്തീയ ജീവിതം സാധ്യമല്ല എന്നുള്ളതാണ്. കാരണം ദൈവം നമ്മെ സ്വീകരിക്കുന്നില്ല എന്നുള്ളത്. ഈ പാപത്തിൽ തുടരുന്നതായിട്ടുള്ള ഒരാൾക്ക് ഒരു ക്രിസ്തീയ ജീവിതം തികച്ചും അസാധ്യമായിട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ടാണ് അത് ദൈവകോപത്തിന് ഇടയാകുന്നതാണ്. അതുകൊണ്ട് അവയെ മരിപ്പിക്കണം എന്ന് പറയുന്നത്. ഇവിടെ ഈ 6-ാമത്തെ വാക്യത്തിൽ, അതായത് കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 6-ാം വാക്യത്തിൽ, ഈ വക നിമിത്തം ദൈവകോപം അനുസരണം കെട്ടവരുടെ മേൽ വരുന്നു. ഇതേ വാക്കാണ്, ഈ വക നിമിത്തമല്ലോ ദൈവകോപം അനുസരണം കെട്ടവരുടെ മേൽ വരുന്നു എന്ന് എഫേസ്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തിലും നമ്മൾ വായിക്കുന്നത്. അപ്പോൾ ദൈവത്തോട് നിരപ്പ് പ്രാപിച്ചവരായ അല്ലെങ്കിൽ നീതീകരിക്കപ്പെട്ടവരായിട്ടുള്ള നമുക്ക് വീണ്ടും ദൈവകോപത്തിൽ നിന്നും രക്ഷിക്കപ്പെടേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട് എന്നുള്ളത്, അവൻ്റെ ജീവനാൽ എന്നുള്ളതാണ് നമുക്ക് റോമർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായത്തിന്റെ അതിൻ്റെ 9-ഉം 10-ഉം വാക്യങ്ങൾ നമുക്ക് കാണുന്നത്. രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ, വീണ്ടും ജനനം പ്രാപിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒന്നും ഭയപ്പെടുവാനായിട്ടില്ല, ഒരു കോപവും നമ്മളുടെ മേൽ വരികയില്ല എന്നുള്ള വ്യർത്ഥവാക്കുകൾ ഇന്ന് ലോകത്ത് വളരെ വ്യാപകമാണ്. ഒരു 25% സുവിശേഷ വിഹിത സഭകളിലെ ആളുകളും ഈ നിലയിൽ ചിന്തിക്കുന്നതായിട്ടുള്ള ആളുകളാണ്. അവർ സുവിശേഷത്തെയും ദൈവിക പരിപാടിയെയും കൃത്യമായി മനസ്സിലാക്കാത്തത് കൊണ്ടാണ് അങ്ങനെ ചിന്തിക്കുന്നത് എന്നുള്ളത് സൂക്ഷ്മമായി പഠിച്ചാൽ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. സുവിശേഷം എന്നുള്ളത് കൊണ്ട് അവർ അർത്ഥമാക്കുന്നത് ഒരു പക്ഷേ വീണ്ടും ജനനം പ്രാപിക്കുന്ന ആ ഒരു സമയം വരെയുള്ള
കാര്യങ്ങളെയാണ്. എന്നാൽ ഒരു മനുഷ്യൻ്റെ മാനസാന്തരം മുതൽ അവൻ്റെ ശരീരത്തിൻ്റെ വീണ്ടെടുപ്പ് വരെയുള്ള എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുന്നതാണ് ഈ സുവിശേഷം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മനുഷ്യനെ സംബന്ധിക്കുന്ന ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതി എന്ന് പറയുന്നത്. അവൻ ഒരു ദൈവിക ജീവൻ വീണ്ടും ജനനം പ്രാപിച്ച് ഒരു ദൈവിക ജീവനിലേക്ക് അവൻ വരുന്നത് മുതൽ ആ ജീവനാൽ, അല്ലേ, അങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്. 10-ാമത്തെ വാക്യം, 5-ാം അധ്യായം 10-ാം വാക്യം, അവൻ്റെ ജീവനാൽ എത്രയധികം രക്ഷിക്കപ്പെടും, ദൈവകോപത്തിൽ നിന്ന് നമ്മൾ രക്ഷിക്കപ്പെടും. അപ്പോൾ നമ്മളിലേക്ക് വരുന്നതായിട്ടുള്ള ഒരു ദൈവിക ജീവൻ തുടർന്നുള്ള നമ്മുടെ ജീവിതത്തിൽ നമ്മെ ദൈവകോപത്തിൽ നിന്ന് രക്ഷിക്കുകയും നിത്യതയിൽ നമ്മെ എത്തിക്കുകയും ചെയ്യുന്നു. അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ പിന്നീടുണ്ടാകാവുന്ന ഗൗരവമായിട്ടുള്ള പാപങ്ങൾ നമ്മളിൽ നിലനിൽക്കുകയും അതിനെക്കുറിച്ച് മാനസാന്തരമില്ലാതെ ആ പാപത്തിൽ ജീവിക്കുകയും ചെയ്താൽ ക്രിസ്തുവിൻ്റെയും ദൈവത്തിൻ്റെയും രാജ്യത്തിൽ യാതൊരു അവകാശവുമില്ല, മറിച്ച് ദൈവത്തിൻ്റെ കോപം മാത്രമേ നമ്മളുടെ മേലുള്ളൂ എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. പ്രിയമുള്ളവരെ, ക്രിസ്തീയ ജീവിതത്തെ വളരെ ഗൗരവമായിട്ട് നാം എടുക്കേണ്ടത് ആവശ്യമാണ്. നമ്മൾ എന്തെങ്കിലും ഒന്ന് ഏറ്റുപറഞ്ഞുവെന്നും പിന്നെ ഒന്ന് സ്നാനപ്പെട്ടുവെന്നും പറഞ്ഞിട്ട് നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് ജീവിക്കാൻ അനുവാദമുള്ളതായിട്ടുള്ളൊരു ജീവിതമല്ല. ദൈവമക്കൾക്ക് ദൈവിക ജീവൻ നമ്മളിൽ ഉണ്ടെങ്കിൽ നാം ദൈവത്തിൻ്റെ മക്കളാണ്. അതുപോലെ തന്നെ ദൈവത്തിൻ്റെ ആലയമാണ് നാം എല്ലാവരും. നമ്മുടെ ശരീരം ദൈവത്തിൻ്റെ ആലയമാണ് എന്ന് നാം വായിക്കുന്നു. നാം ആ ആലയത്തെ നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും എന്നാണ് നമുക്ക് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 6-ാം അധ്യായം അതിൻ്റെ അവസാന വാക്യങ്ങൾ നാം വായിക്കുന്നത്, 23 വാക്യങ്ങൾ നാം വായിക്കുന്നു. അതുകൊണ്ട് ക്രിസ്തീയ ജീവിതത്തെ ഗൗരവമായിട്ട് എടുക്കാൻ പ്രിയമുള്ളവരെ, ഇങ്ങനെയുള്ള രക്ഷിക്കപ്പെട്ടതിന് ശേഷം പ്രത്യേകിച്ച് നമ്മുടെ രക്ഷയ്ക്ക് ഒന്നും സംഭവിക്കുന്നില്ല എങ്കിൽ, നമ്മുടെ ജീവിതത്തെക്കുറിച്ച് പ്രത്യേകിച്ച് ഒരു പ്രശ്നവുമില്ല എങ്കിൽ യഥാർത്ഥത്തിൽ ഈ ലേഖനങ്ങളൊന്നും ഇങ്ങനെ എഴുതേണ്ടതായിട്ടുള്ള ആവശ്യങ്ങളും ഉണ്ടായിരുന്നില്ല എന്നുള്ളത് നമുക്കറിയാമല്ലോ. കൃത്യമായിട്ടുള്ള ഒരു സുവിശേഷം, രക്ഷയ്ക്ക് ആവശ്യമായ വീണ്ടും ജനനത്തിന് ആവശ്യമായിട്ടൊരു സുവിശേഷം മാത്രം എഴുതി അത് മാത്രം പ്രസംഗിച്ചാൽ മതിയാകുമായിരുന്നു. എന്നാൽ അങ്ങനെയല്ല. കർത്താവ് ശിഷ്യന്മാർക്ക് തൻ്റെ അന്ത്യകൽപ്പന കൊടുക്കുമ്പോഴും സ്നാനപ്പെടുത്തിയ ആളുകളെ ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും ഉപദേശിപ്പാൻ തക്കവണ്ണം അനുസരിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവിൻ എന്നുള്ളതാണ് ദൈവിക പ്രമാണം എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് യാതൊരു ഒഴിവുകളുമില്ല. ക്രിസ്തീയ ജീവിതത്തെ ഗൗരവമായിട്ട് എടുക്കാതിരിക്കാൻ നമുക്ക് യാതൊരു ന്യായവുമില്ല. ദൈവം നമ്മെ സഹായിക്കട്ടെ. അവൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.